പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൽത്താറയിൽ നടന്ന 10,000 ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ, ഇന്ന് ഈ ദിവസം ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്, ആശുപത്രി പോകുന്നവരുണ്ട്, പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കും ബിസിനസ്സിനും പോകുന്നവരുണ്ട്, വിവാഹകാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, വീടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. ഈശോ, അവരെ എല്ലാവരെയും ഞാൻ ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ, ഞാൻ അർപ്പിക്കാൻ പോകുന്ന കുർബാനയുടെ ശക്തിയാൽ ആ മക്കളെ എല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ, ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും ഓർത്തുകൊണ്ട് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവ് അവരുടെ ഭീഷണി ഓർത്ത് ഞെരുക്കപ്പെടുന്നുണ്ടെങ്കിൽ, അകപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ അങ്ങനെ ഭയപ്പെടുന്നവരുടെ മേൽ മാതാവിൻ്റെ സഞ്ചാരി മാതാവിൻ്റെ നീലമേലങ്കി ചുറ്റുന്നു. അവരെ മാതാവിൻ്റെ സംരക്ഷണത്തിനായി ഏൽപ്പിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit with fire fingers, soak with the precious blood. Lord, in peace, Spirit of power and grace. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ ഓരോ ജീവിതത്തിലും ദൈവത്തിന് പുതിയ പുതിയ കാര്യങ്ങളും പുതിയ ദൈവാനുഭവങ്ങളും പുതിയ ലൈഫ് ഒരിക്കലും ഒരു മൊണോട്ടണസ് ആകത്തില്ല. ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ലൈഫ് മൊണോട്ടണസ് ആയിരിക്കും. ചിലർക്ക് ബോറടിക്കത്തില്ലേ?
കാരണം ദൈവമായിട്ട് നമുക്ക് ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആദ്യം മാറുന്നത് ബോറായിരിക്കും. നമ്മൾ എത്ര വലിയ ഒരു ആൾക്കാരായാലും ഇപ്പോൾ ഭൂപേന്ദ്ര സിംഗ് അങ്ങനെ ഒരു രാജാവുണ്ടായിരുന്നു, പഞ്ചാബിയായിരുന്നു. അയാളുടെ ഒരു കുതിരവണ്ടി മുഴുവൻ രത്നങ്ങളായിരുന്നു അദ്ദേഹം മരിക്കണ കാലത്ത്. അതിങ്ങനെ തറപ്പൊളിട്ട് മൂടി അറിയത്തില്ല. പുള്ളി മരിച്ചു കഴിഞ്ഞാൽ ആരോ ക്ലീൻ ചെയ്യാൻ ചെന്നപ്പോഴാണ് ഈ രത്നം മുഴുവൻ കാണുന്നത്. അത്രയ്ക്ക് സമ്പന്നനായിരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ രോഗം എന്താ? അദ്ദേഹത്തിൻ്റെ രോഗം എന്താ? ബോറ്. ദ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന വലിയ പുസ്തകമുണ്ട്. അതിൽ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഡൊമിനിക് ലാപ്പിയൻ്റെ പുസ്തകമാണ് അതിനകത്ത്. അപ്പം അദ്ദേഹത്തിനെ പേർഷ്യയിൽ നിന്ന് വൈദ്യന്മാർ വന്നിട്ട് പ്രാവിൻ്റെ കരൾ അരച്ച് കൊടുത്താണ് ഈ മനുഷ്യൻ്റെ ബോറ് മാറ്റാൻ നോക്കണത്. മാറിയില്ല, നടന്ന കാര്യമാണ്, ചരിത്രമാണത്. ബോറ് മാറാത്തൊരു സാധനമാണത്. പക്ഷേ ദൈവം ആണ് ശരിക്കും ബോറ് മാറ്റാൻ ഏറ്റവും നല്ല ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവ സ്നേഹത്തിലായിക്കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ലൈഫിനെ പുതുക്കിക്കൊണ്ടേയിരിക്കും. ചിന്ത പുതുക്കും, അഭിരുചികൾ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഓരോരോ സിറ്റുവേഷൻസ് മാറുമെന്നാണ് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയല്ല, സിറ്റുവേഷനെ കാണാനുള്ള ഒരു അഭിരുചികളും അതുപോലെ തന്നെ ആശയ സംവേദനങ്ങളും അത് നമ്മളിലുണ്ടാക്കുന്ന ഈ സിറ്റുവേഷൻസും നമ്മളുണ്ടാക്കുന്ന അനുഭൂതികളൊക്കെ വ്യത്യസ്തമായിരിക്കും. അതായത് സിറ്റുവേഷനിൽ അനോയിൻറ്റിങ് എന്ന് പറയും. ഒരു വൈഫ് തന്നെ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് തന്നെ ഇപ്പോൾ ചില ആൾക്ക് വയസ്സന്മാരൊക്കെ സ്നേഹിക്കണില്ലേ ശരിക്കും? അതെന്താ കാര്യം? വയസ്സന്മാർ ചെറുപ്പക്കാർ സ്നേഹിക്കുന്നതിനേക്കാളും വയസ്സന്മാരായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹിക്കുന്നവരുണ്ട്. അതെന്താ കാര്യം? അവരുടെ ബോഡിയുടെ ഒരു വസന്തകാലം കഴിഞ്ഞെങ്കിലും അനോയിൻറ്റിങ് അവിടെ നിലനിൽക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെ. അവർക്ക് പുതിയൊരു അഭിഷേകം കിട്ടിയിരിക്കുന്നതാണത്, പുതിയൊരു അഭിഷേകം. ഇപ്പം ഞാൻ നിനക്ക് പറയുമ്പോൾ മനസ്സിലാകണില്ലേ? ഈ പറഞ്ഞെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്. അതായത് ഈ വാർദ്ധക്യം എന്ന് പറയണ പോലും ഒരു സങ്കല്പം മാത്രമാണ്. അനുഭവതലത്തിലെ അഭിഷേകമാണ് സത്യം എന്ന് പറയണത്. എന്താണ്? 75 വയസ്സായാലും ചില വൈഫ് ഹസ്ബൻഡും ഒക്കെ അവർ പണ്ട് സ്നേഹിച്ചേക്കാൾ നല്ലവണ്ണം സ്നേഹിച്ച് പോകുന്നുണ്ട്. അതിന് പുതിയൊരു അനുഭൂതി, അഭിഷേകം കിട്ടിയിരിക്കണം, പുതിയ അഭിഷേകം. ഈ പുതിയ അഭിഷേകം എന്നുള്ളത് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന സൃഷ്ടികൾക്ക് സർവൈവ് ചെയ്യാനും ബോറ് മാറ്റാനും വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സാധ്യതയാണ് പുതിയ അഭിഷേകം. സങ്കീർത്തനം 92:10. എന്നാൽ അവിടുന്ന് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. അവിടുന്ന് എന്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. ഇതാണ് പുതിയ അഭിഷേകം എന്ന് പറയുന്നത്. പുതിയ തൈലം ഒഴിച്ചു. വയസ്സ് ചിലപ്പോൾ 90 ഉണ്ടാകാം, പക്ഷേ അഭിഷേകം ചിലപ്പോൾ 19 വയസ്സിൻ്റെ അഭിഷേകമായിരിക്കും. വയസ്സ്. അപ്പം എൻ്റെ മക്കളെ, എന്തിന് നിങ്ങൾ ആധ്യാത്മികത ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ബൈബിൾ നൽകുന്ന അനന്തമായ അനോയിൻറ്റിങ്ങിൻ്റെ സാധ്യത നിങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും
നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ദൈവത്തിന് നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം ഞാൻ കണ്ടിരിക്കുന്നത് മറവിയില്ലാത്തതാണ്. നമുക്ക് മറവിയുണ്ട്. നമുക്ക് മറവി ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം സിമ്പിൾ എടുക്കുന്നത്. ദൈവത്തിൻ്റെ ആ ബീയിങ്ങിൽ തന്നെ മറവിയില്ല. എല്ലാം ഓർത്തിരിക്കും, ക്ഷമിക്കുമായിരിക്കും. ക്ഷമിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറക്കാതിരിക്കണത് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ബ്രാൻഡഡ് ആയില്ലേ, നമ്മൾ ഉടനെ ബ്രാൻഡഡ് ആയില്ലേ. അത് കാരണമാണ് ഈ പത്രോസൊക്കെ അവസാനം വരെ നെടുവീർപ്പിട്ട് കരയുമായിരുന്നു. എന്താണ് ഈ മറവിയുടെ ട്രാക്സുകൾ മറക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ തലയിലുള്ള ആ മറവിയിൽ പത്രോസ് അനുതാപത്തിനെ കണ്ണീരിട്ട് അത് മറക്കാൻ വേണ്ടി പറയും, ഞാൻ തള്ളിപ്പറഞ്ഞത് നീ മറക്കണേ. അപ്പോഴത്തെ ഒരവസ്ഥ ചെയ്തു പോയതാണ്. അയാൾ ഒറ്റപ്രാവശ്യമല്ല, മരണം വരെ അയാൾ കരയുമായിരുന്നു. ഞാൻ തള്ളിപ്പറഞ്ഞത് നീ മറക്കണേ, ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല, നീ മറന്നോ. എന്നിട്ട് ഈ മനുഷ്യൻ കണ്ണീര് കൊണ്ട് കർത്താവിന് തലച്ചോറ് കഴുകും. ഞാൻ പറഞ്ഞതിൻ്റെ ഭാഗിക ബിംബാർത്ഥങ്ങളുമാണ് മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥ അർത്ഥങ്ങളല്ല മനസ്സിലാക്കേണ്ടത് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുതാപത്തിന് മാത്രമേ ദൈവത്തിൻ്റെ മറവിയെ സബ്സിഡി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചെങ്കിലും നിങ്ങൾ ഞെളിയരുത്. മറിച്ച് ദൈവദിവസനെ പത്തോസിനെ പോലെ നിൽക്കണം അവസാനം വരെ. ഞാൻ തള്ളിപ്പറഞ്ഞത് നീ മറന്നു കളയണം. നീ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം, അതല്ല എനിക്ക് വേണ്ടത്, നീ മറന്നു കളയണം. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ എണ്ണമറ്റ പാപങ്ങളെ നീ മറച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിന് വീണ്ടും ഇവളെന്ത് ചെയ്യുന്നത്, ഈ പള്ളിയിൽ കൊടുക്കുന്ന ഫോർമാറ്റ് ചേഞ്ച് ചെയ്യും. 4-ാമത്തെ യാമത്തിലും കർത്താവ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് 4-ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ഫോർമാറ്റ് ചേഞ്ച് ചെയ്യും മൊത്തം. കാര്യം എന്താ, ഭർത്താവിന് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഈ ചയൻ മെയ് മാസം വരെ വെയിറ്റ് ചെയ്യണം. മെയ് മാസം ഒന്ന് കഴിയണ വരെ, മെയ് മാസത്തിൽ അമ്മ എന്നെ സഹായിക്കും, എനിക്കറിയാം. ആ വിശ്വാസത്തിലൊക്കെ നിൽക്കുകയാണ് ആൾ. എന്നിട്ട് എന്ത് ചെയ്ത്, പ്രവർത്തനങ്ങളെ ഒന്ന് ചേഞ്ച് ചെയ്ത്. എന്താ ചേഞ്ച് ചെയ്ത്? പള്ളി കൊടുക്കുന്ന പത്രം നേരെ കൊണ്ട് ഓട്ടോസ്റ്റാൻഡിൽ കൊടുക്കാൻ തുടങ്ങി. ചേഞ്ച് ചെയ്ത ആൾ പള്ളി കൊടുത്ത് ആൾക്കാരുടെ ഈ വിശ്വാസികൾക്ക് തന്നെ വീണ്ടും നമ്മൾ കൊടുക്കുകയല്ലേ, അതുകൊണ്ട് അവിശ്വാസികൾക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ കാര്യം? ദൈവത്തിന് കൂടുതൽ പ്രയോജനം ഉണ്ടാവും. എന്താ കാര്യം? നമ്മളെ ആദ്യമേ കണ്ടായിരുന്നു 25:30. എന്താണ്? പ്രയോജനമില്ലാത്ത ഈ ദാസനെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുവാൻ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉടമ്പടി പുരോഗമിക്കുന്ന അനുസരിച്ച് ദൈവത്തിന് എന്ത് പ്രയോജനമെന്ന് ചിന്തിക്കണം. അല്ല നമ്മളെന്ത് വിഷയം വെച്ചാൽ നമുക്കെന്ത് പ്രയോജനം? കൊച്ചു മാനസാന്തരപ്പെട്ട, ഭർത്താവിൻ്റെ കള്ളുകുടി മാറിയ, മകന് അഡ്മിഷൻ കിട്ടിയ, വിസ പ്രോസസ്സായ, നമുക്കെന്ത് പ്രയോജനം എന്നാണ് ചിന്തിക്കണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെക്കുറിച്ചല്ല ചിന്തിക്കണത്, നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം നിങ്ങൾ കെട്ടിയെടുത്ത് അലങ്കരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് നോൺ സെൻസ്. നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോൾ ദൈവത്തോടുള്ളൊരു മാന്യത നമ്മൾ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. എപ്പോഴും നമ്മൾ ദൈവത്തിന് എന്ത് പ്രയോജനം എന്നുള്ള ഫോർമാറ്റിൽ തന്നെ വർക്ക് ചെയ്യണം. ഇവൾ പറയണതേ, ഇവൾ സന്ധ്യക്ക് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ചെന്ന്, ഒറ്റ പെണ്ണാണ്. അപ്പോൾ അവർ ഓട്ടോക്കാരെല്ലാം കൂടി ഇവളെ വളഞ്ഞാൽ പറഞ്ഞ്, നിങ്ങൾ മതം മാറ്റാൻ നടക്കുകയല്ലേ, ഇത് തോന്നിയോസല്ലേ കാണിക്കണത്. അപ്പോൾ പറഞ്ഞു, ചേട്ടാ മതം മാറ്റമൊന്നുമല്ല, ചേട്ടൻ വായിച്ചു നോക്ക്. അതായത് ഒരു മനുഷ്യനെ നിലനിർത്തുന്നത് അതിജീവിക്കണം വിശ്വാസമാണെന്നും പറഞ്ഞുകൊണ്ട് ഇവൾ കിട്ടിയ അനുഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം അവസാനം ഇവരെല്ലാം പത്രം ഇവരോട് ചോദിച്ച് വാങ്ങിക്കണ കണ്ടീഷനായി. നോക്കിയാൽ ഒരാളെ നോക്കിയേ, ആദ്യം ഈ ആണുങ്ങളെ കാണുമ്പോൾ കൂട്ടത്തിക്ക് സന്ധ്യക്ക് ആണുങ്ങളെ കൂട്ടി നിൽക്കുമ്പോൾ പേടിയേണ്ട ആളാണ്. അവരോട് 20 പേരോട് ഒരുമിച്ച് സുവിശേഷം പറയുകയാണ് ഓട്ടോ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട്.
അപ്പോഴേ ദൈവത്തിന് മനസ്സിലാകും ഇത് വേറെ മാറിയ ആൾ ഉടമ്പടി പുതുക്കുന്നതനുസരിച്ച് വളരെ ഇടിറ്റ വിശ്വാസിയായി മാറുകയാണ്. തന്നെയല്ല കർത്താവിന് പ്രയോജനമുള്ള വ്യക്തിയായിട്ട് മാറുകയാണ്. അപ്പോഴെന്ത് പോയി? മെയ് 15 ഇപ്പം ദിവസം മാറുകയാണ്, ദിവസം പോവുകയാണ്. പക്ഷേ മെയ് 15 കഴിഞ്ഞപ്പോൾ ഇവൾ പ്രഗ്നൻ്റായി. അപ്പോൾ നോക്കിയേ, എനിക്ക് ഇച്ചായനോട് പറയണത്, അതായത് ഭർത്താവിൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി അവൾ ഒരു ഡേറ്റ് ഇടുകയാണ്, ദൈവമായിട്ടൊരു സമയം കുറിക്കുകയാണ്. മാതാവിൻ്റെ മാസമാണ്, മാതാവ് എനിക്ക് തീർച്ചയായിട്ടും കുഞ്ഞിനെ തരും, മെഡിക്കൽ സയൻസ് അല്ലാതെ തന്നെ എനിക്ക് കുഞ്ഞിനെ കിട്ടും, എൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസം ഞാൻ ഇതിലൂടെ നിലനിർത്തും. എന്തെല്ലാം മെൻറ്റേഷൻസാണ് എടുക്കണമെന്ന് നോക്കിയേ. അതായത് ഉടമ്പടി ഇക്കാലങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന വലിയ സുവിശേഷ സാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ജൈത്രയാത്ര നടത്തുന്ന നമുക്ക് കാണാം. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. അമ്മ മറന്നാലും ആരു മറന്നാൽ മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിൽ വരുന്നൊരു വിഷയം എന്ന് പറയുന്നത്, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് എപ്പോഴും ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളുടെ ഓരോ കേസ് ഡയറി പരിശോധിച്ചാലും മനസ്സിലാകും, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് എൻ്റെ മക്കൾ വിശ്വസ്തത പാലിക്കണമെന്ന് പറഞ്ഞ കാര്യം, നമ്മളിങ്ങനെ ചെയ്തതുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു തരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വാഗ്ദാനം ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ചില കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ ചെയ്യാം. അവിടെ ആ മേഖലയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ ഇതിനകത്ത് ഇതിന് സ്പേസ് ഓഫ് ഗോഡ് എന്ന് പറയും. ഇപ്പോൾ ഇവളൊരു ഡേറ്റ് ഇട്ടിച്ച്, അത് ഇപ്പോൾ 9 കൊല്ലം മക്കളില്ലാഞ്ഞ ആളാണെന്ന് ഓർക്കണം. 9 കൊല്ലം മക്കളിരുന്ന ആളിന് ഇവർ പറയണ ഒരു മെയ് മാസം തന്നെ പ്രഗ്നൻ്റ് ആകണമെങ്കിൽ ഇവൾക്ക് പറ്റുമോ? ഇവൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് ദൈവം തന്നെ ചെയ്യേണ്ടതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദൈവ സ്പേസ് ഉണ്ട്. ഇതിനെ മാനേജ് ചെയ്യാൻ സാധാരണ പ്രാർത്ഥനയ്ക്ക് പറ്റത്തില്ല, എക്സെപ്റ്റ് കവനൻറ്റ്. അതാണ് എന്തുകൊണ്ട് വൈ ഷുഡ് ടേക്ക് കവനൻറ്റ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന ചില അപൂർവ കാര്യങ്ങളുണ്ട്. അവിടെ നമുക്കൊന്നും ചെയ്യാം, നമ്മളവിടെ നിസ്സഹായരാണ്. ഇപ്പോൾ ഇവർ മെയ് മാസം പറഞ്ഞു, ആ മെയ് മാസം ചിലപ്പോൾ ഒക്ടോബർ ആഴ്ച, മെയ് മാസം ജൂണായി കഴിഞ്ഞാൽ ഇവിടെ IVF എടുക്കേണ്ടി വരും, സംശയമില്ല കാര്യത്തിൽ. അപ്പം അവിടെ സമയത്തിന് മേലെ അധികാരമുള്ള സഞ്ചാരി മാതാവ് എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? അതെന്താ സമയത്തിന് മേലെ അധികാരമാണ് കാണുന്നത്. മെയ് മാസം ഇവളെ കുറിച്ച് കൊടുത്ത ഡേറ്റാണ്, അല്ല മാതാവ് കുറിച്ച് കൊടുത്ത ഡേറ്റ് അല്ല. മെയ് മാസം ഇച്ഛായ മെയ് മാസം അമ്മയുടെ ദിവസമാണ്. മെയ് മാസം ഒന്ന് കഴിയട്ടെ, മെയ് മാസത്തിൽ അമ്മ എനിക്ക് കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞാൽ ഇവൾക്ക് പിന്നെ അങ്ങനെ പ്രത്യാശിക്കാനേ പറ്റത്തുള്ളൂ. ചെയ്യേണ്ടതാരാണ്?
ദൈവമാണ്. അപ്പം ദൈവത്തിന് മാത്രം ഇറങ്ങി നിന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടെങ്കിൽ ദൈവം തന്നെ ചെയ്യണം. അപ്പം അതിന് ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സത്യസന്ധരും പ്രയോജനമുള്ള ദാസന്മാരെ മാറണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങള് ദൈവം ചെയ്യുന്നതിനായി ഉടമ്പടി പ്രകാരം എൻ്റെ ജീവിതത്തെ സുവിശേഷ വിഹിതമായി പുനർക്രമീകരിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. മകൻ 6 തുടങ്ങി 8 വർഷത്തിനുള്ളിൽ ഈ പുകവലി നിർത്താൻ പറ്റാതിരുന്ന അവസ്ഥയാണ്. അതിൽ നിന്നാണ് 4 ദിവസം കൊണ്ട് വിടുതൽ കിട്ടിയത്. അത് അമ്മയുടെ പൂർണ്ണമായ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. രണ്ടാമതായി, എൻ്റെ മകൾക്ക് 25 വയസ്സ് മുതൽ ഞാൻ വിവാഹം ആലോചിച്ച് തുടങ്ങിയതാണ്. പക്ഷേ എന്ത് വന്നു കഴിഞ്ഞാലും 29 വയസ്സായിട്ടും വിവാഹം നടക്കുന്നുണ്ടായിരുന്നില്ല. പല മാട്രിമോണി സൈറ്റിലും ഞാൻ ഇട്ടു. കേരള മാട്രിമോണി, അതുപോലെ ചാവറ, ഇൻറ്റിമേറ്റ്, നെസ്റ്റ്, ഇഷ്ടംമാരെ ചാനലിലിട്ടു. അതുപോലെ തന്നെ 40-40 ബ്രോക്കർമാരുടെ ലിസ്റ്റിലും ഈ കേരളം മുഴുവനും തന്നെ അവളുടെ പ്രൊഫൈൽ പോയിട്ടുണ്ട്. എന്നിട്ട് നടക്കാതിരുന്ന കാര്യം പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്ത് 3 മാസം ആയപ്പോഴത്തേക്കും എനിക്കത് നടത്തി തന്നു. ഞാൻ ചോദിച്ചത്, വിശുദ്ധിയുള്ള ദൈവവിശ്വാസമുള്ളൊരു മകനെ എൻ്റെ മകൾക്ക് ജീവിത പങ്കാളിയായി കിട്ടണം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ എനിക്കറിയാം, ആ മകൻ ഏറ്റവും അധികം യേശുവിനെ സ്നേഹിക്കുകയും യേശുവിനെ നല്ലൊരു വിശ്വാസിയാണ്, നല്ല പ്രാർത്ഥനയുള്ള മകനാണ്. എൻ്റെ മകൾ ഈശോ പരിശുദ്ധ അമ്മ വഴിയായി എൻ്റെ മകൾക്ക് നല്ല സമ്മാനമാണ് നൽകിയിരിക്കണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു, ഈശോന് ഞാൻ നന്ദി പറയുന്നു. മൂന്നാമത്തെ ഇത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിത പങ്കാളിക്ക് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ 3 വർഷമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മകളുടെ കല്യാണമായപ്പോഴത്തേക്കും 16 ലക്ഷം രൂപ ആ മാസം തന്നെ കിട്ടുകയും നല്ല ആർഭാടമായിട്ട് ആ വിവാഹം നടക്കാനും സമ്മതിച്ചു. അത് പരിശുദ്ധ അമ്മ തന്നെയാണ് നടത്തി തന്നെന്നുള്ളതിൻ്റെ തെളിവ്. എനിക്ക് മകൾക്കൊരു കല്യാണ ആലോചന വന്നാൽ പോലും, ഒരു പെണ്ണ് കാണൽ വന്നാൽ പോലും, എനിക്ക് അന്ന് വയറ്റിൽ ഗ്യാസ് കയറലും വയറ്റിളക്കം ഒക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കല്യാണം നടക്കുകയില്ല, ഞങ്ങൾക്കും പ്രയാസം, മകൾക്കും പ്രയാസം, അതൊട്ട് ആരോടും പറയാനും പറ്റുന്നില്ല. ഈ അവസ്ഥയിലുള്ള എനിക്ക് കല്യാണം വന്നപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ പരിശുദ്ധ അമ്മ തന്നെ അത് ഓടി നടന്ന് നടത്തി തന്നുള്ളതാണ്. ഒരു ടെൻഷനോ എല്ലാ കാര്യങ്ങളും, ഡെക്കറേഷൻ തുടങ്ങി സദ്യ എല്ലാം അതിഗംഭീരമായിട്ട് അമ്മ നടത്തി തന്നു. അമ്മ യേശോടെ വരാതെ ആ മകളുടെ വിവാഹം അത്രയും നന്നായിട്ട് നടക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അമ്മയ്ക്ക് 1000 നന്ദി, ഈശോയ്ക്ക് 1000 നന്ദി ഞാൻ പറയുന്നു. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മകൻ BTech കഴിഞ്ഞ് GME പഠിച്ചു. അവൻ 3 വർഷം ജോലിക്ക് വേണ്ടി കാത്തിരുന്നു. ഷിപ്പിൽ കയറാനായിട്ട് ബോംബെയിൽ പോയി മാസങ്ങളോളം അവിടെ താമസിച്ചു. പക്ഷേ ഒരു ജോലി അവന് കിട്ടിയില്ലായിരുന്നു. അവന് വേണ്ടി വളരെയധികം പൈസ നമുക്ക് ചിലവാക്കേണ്ടി വന്നു. എന്നാലും അതൊന്നും ഫലവത്തായിരുന്നില്ല. എൻ്റെ മകൾക്ക് വിവാഹം നടക്കുന്നില്ല. ഇത് രണ്ടും ആയപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞത്, എന്നെ അമ്മയുടെ ഈ സാക്ഷി എനിക്ക് ഇവിടെ ഈ അൾത്താരയിൽ കയറിയിരുന്ന് എല്ലാവരും കേൾക്കും, ഉച്ചത്തിൽ എനിക്ക് ഈ അനുഗ്രഹം എല്ലാവരുടെ മുമ്പിൽ പറയണം എന്നുള്ളതായിരുന്നു. ഞാൻ എല്ലാ മാസവും ആദ്യത്തെ ആഴ്ച ഞാൻ ഇവിടെ വരും, കുടുംബസമേതം വരും. വന്നു കഴിഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 3 കെട്ട് പേപ്പർ വാങ്ങിക്കും. അത് പിറ്റേ ദിവസം തന്നെ പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കും. എൻ്റെ നിയോഗം ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും സാധിച്ചു തരണമെന്നും ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്നായിരുന്നു. എനിക്ക് വലിയ രീതിയിൽ ചാരിറ്റി ഒന്നും നടത്താൻ പറ്റിയിട്ടില്ല. എങ്കിലും എൻ്റെ കഴിവിനെ സാധിക്കുന്ന വിധം ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ മകൾക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മകൾ 2 പ്രാവശ്യം MDSന് വേണ്ടിയിട്ട്
പരീക്ഷ എഴുതുമ്പം 4000 ആ റാങ്കിലേക്കാണ് വരുന്നത്. ആ റാങ്കിലൂടെ പഠിക്കണമെങ്കിൽ ഗവൺമെൻറ് സീറ്റ് കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എന്തായാലും 30-35 ലക്ഷം മിനിമം ഇവിടെ വേണ്ടി വരും. ആ സമയത്ത് മകൾ ഒരു തീരുമാനം എടുത്ത് പുറത്ത് പോയി പഠിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന പൈസയെങ്കിലും മുതലാകുമല്ലോ. ഇവിടെയാണെങ്കിൽ മോനാണെങ്കിലും ജോലി കിട്ടുന്നില്ല. അപ്പം മോനും പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിരുന്നു കൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ദൈവ നിയോഗമെങ്കിൽ എൻ്റെ മക്കൾ പുറത്തുപോയി പഠിക്കുന്നതിനും അവിടെ ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാൻ അവരെ യോഗ്യരാക്കണമേ എന്ന് കൂടി പറഞ്ഞിട്ടാണ് ഞാൻ നിയോഗം വെച്ചത്. ഇവർ ഇവിടെ വന്ന് നിയോഗമെടുത്ത് ചെന്ന് ആദ്യം തന്നെ അവർ പരീക്ഷ പോയി എഴുതി. ഫസ്റ്റ് ചാൻസിൽ തന്നെ 2 പേരും 9ൽ 7.5 എന്ന സ്കോറോടുകൂടി പാസ്സായി. മകൾ ഇപ്പോൾ ഫീസ് കംപ്ലീറ്റ് ആയിട്ട് അടച്ചു. മകൻ പാർട്ട് പേയ്മെൻറ്റ് അടച്ചു. ബാക്കിയെല്ലാം പ്രോസസ്സിങ്ങിലാണ്. ഈ വിവാഹം ഞാൻ ഉടമ്പടി എടുത്ത ആദ്യ ദിവസം തന്നെ ഞാൻ ചെന്നപ്പോൾ വെളുപ്പിന് ഞാൻ സ്വപ്നം കാണുന്നത് ഞാൻ സാക്ഷ്യം പറയുന്നതായിട്ട് എൻ്റെ അനിയത്തിയോട് ഞാൻ പറയുന്നതായിട്ടാണ് കണ്ടത്. മാതാവിനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കണ്ണുകൾക്ക് അത്ര വിശ്വസിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മാതാവിനെ കാണാൻ പറ്റാതിരുന്നു. പക്ഷേ മാതാവ് എനിക്ക് മെസ്സേജ് തന്നിരുന്നു. അതുപോലെ എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് മാതാവ് എനിക്കൊരു ഡേറ്റ് തന്നു, ഫെബ്രുവരി 22 എന്നുള്ളത്. ഈ ഫെബ്രുവരി 22 നമുക്ക് നോൻപ് തുടങ്ങുന്ന ദിവസമാണ്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ ഒന്നും എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ 22 എന്നുള്ള ഡേറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഇത്രയും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 25 എന്നുള്ള ഡേറ്റ് കൊടുത്തു. എനിക്ക് മാതാവ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി പോയ ആ ആഴ്ചയിൽ തന്നെ, അതായത് ഡിസംബർ 26-ാം തീയതി മകളുടെ വിവാഹം ഉറപ്പിച്ചു. ജനുവരി 21-ന് മനസ്സമ്മതം നടത്തി. ഫെബ്രുവരി 5-ന് എനിക്ക് എൻ്റെ മകളുടെ കല്യാണം ആഘോഷപൂർവ്വം നടത്തി തന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവ് 22 എന്നുള്ള ഡേറ്റ് കാണിച്ചു. എന്നിട്ട് 5-ാം തീയതി വളരെ നേരത്തെ അമ്മ കല്യാണം നടത്തി തന്നു. ഇതെല്ലാം എൻ്റെയോ ആരുടെയോ കഴിവല്ല, മാതാവ് വന്നിട്ട് ഈശോയുമായി വന്നിട്ട് ഞങ്ങളെ വഴി നടത്തിക്കൊണ്ട് പോകുകയാണ്. കാരണം ഞാനിവിടെ പറഞ്ഞത് എനിക്ക് ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയണം എന്നുള്ളതായിരുന്നു. ഞാനിവിടെ ഓരോ മാസം വരുമ്പോഴും പറഞ്ഞത് അമ്മേ എനിക്ക് ഈ അൾത്താരയിൽ കയറി നിൽക്കണം, എനിക്ക് എല്ലാവരുടെ മുമ്പിൽ സാക്ഷ്യം പറയണം എന്നായിരുന്നു. എനിക്കിന്നത് അമ്മ സാധിച്ചു തന്നു. അവർ 1000 തന്നെ എൻ്റെ അമ്മയ്ക്ക് പറയുന്നു. ഞാൻ ഇനിയും വരും. എൻ്റെ അമ്മ നന്ദി പറഞ്ഞ് തീരുന്നില്ല. അമ്മയ്ക്ക് നന്ദി സ്തുതി സ്തോത്രം. യേശുവേ നന്ദി സ്തുതി സ്തോത്രം.